അദ്ദേഹം പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും കഴിഞ്ഞൊരു വർഷമായി ഭയങ്കര പ്രതിസന്ധിയിലാണ്, കടുത്ത പ്രതിസന്ധിയിലും തീരാ ദുഃഖത്തിലുമാണ്. കാരണം എൻ്റെ അനുജൻ ഒരു വർഷം മുമ്പ് ഒരു ആത്മഹത്യാശ്രമം നടത്തി. സ്കൂളിൽ പെട്ടെന്നുണ്ടായ ഒരു മെൻ്റൽ ഷോക്ക് കാരണമായിരുന്നു. അവൻ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഈ സംഭവം. അങ്ങനെ അദ്ദേഹം പറയുന്നത്, ഒരു മാസത്തോളം ചികിത്സ കൊടുത്തു. പിന്നെ അങ്ങനെ അവനെന്താ വെച്ചാൽ അവന് ഇങ്ങനെ ഒരു മരിക്കണം എന്നുള്ള ഒരു തോന്നൽ അവന് വരികയാണ്. അവൻ്റെ ചുറ്റും ഇങ്ങനെ ഒരാൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ശബ്ദം അല്ലെങ്കിൽ ഒരു പുരുഷ ശബ്ദം വന്നിട്ട് അവനിങ്ങനെ തോന്നുക. അങ്ങനെ അവർ സൈക്യാട്രി കാണിച്ചു, സൈക്കോളജി കാണിച്ചു, സൈക്യാട്രി മെഡിസിൻ കഴിച്ചിരുന്നു, കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സ്ഥലം കിട്ടിയാലൊക്കെ ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കണം. വീട്ടിൽ നിന്ന് ആർക്കും അവൻ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റാത്തൊരു അവസ്ഥ, പാരൻസിനൊക്കെ ഭയങ്കര പ്രയാസം. ഇപ്പോൾ അവനെന്ന് വെച്ചാൽ പിന്നെ പുകവലി തുടങ്ങിയിട്ടുണ്ട്. അതിനായിട്ട് മദ്യപാനം തുടങ്ങിയിരുന്നു, അത് അവർ കർശനമായി പിടിച്ചു വെച്ചു. പക്ഷെ പുകവലി ഇവർക്ക് ഹറാമാണെന്ന് അറിഞ്ഞിട്ടും വാങ്ങിക്കൊടുക്കേണ്ട ഒരു ഗതികേട്. കാരണം ഇതില്ലെങ്കിൽ അവന് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ശക്തമായ പുകവലിയുണ്ട്, കടുത്ത ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ പുകവലിച്ചാൽ മരുന്ന് അവനെന്തായാലും ശരീരത്തിൽ പിടിക്കില്ലെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥ ആണുള്ളത്. ഇപ്പോൾ ഷോക്ക് കൊടുത്താൽ മാറും എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയുന്നത് വെച്ചാൽ അത് ചിലപ്പോൾ പൈശാചികമായ പ്രവർത്തനങ്ങളാകാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. ഞങ്ങൾ രണ്ടിൻ്റെയും ഇടയിലാണ്, എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിലാണുള്ളത്. എന്തൊരു രോഗമാണ്, മാനസികമാണോ? പിന്നെ ഈ കാരണം കൊണ്ട് ഇവരും കടുത്ത പ്രതിസന്ധിയിലാണ്. അപ്പോൾ എന്തൊരു നിലപാടെടുക്കേണ്ടതെന്ന് അവർക്കൊരു പ്രതിസന്ധിയുണ്ട്. എന്നാൽ ഈ മാനസിക പ്രശ്നങ്ങളെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത്തരം ഒരു ക്വസ്റ്റ്യനിൽ നിന്നുകൊണ്ട് നമുക്കൊരു പ്രതിവിധി നിർദ്ദേശിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ അവനൊരു +2 പ്രായത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ അവൻ്റെ മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തിക്ക് കാരണമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായോ ഇല്ലയോ എന്നൊക്കെ അവൻ്റെ ഹിസ്റ്ററി എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. ഇതേപോലെ അവന് +2 പഠിക്കുന്ന സമയത്ത് ഒരു ടൂറ് പോയി. അപ്പോൾ ടൂറ് പോയി അവർ താമസിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു, അവൻ്റെ കൂടെയുള്ള ഒരു പയ്യന് പെട്ടെന്ന് അപസ്മാരം ഉണ്ടായി. അപ്പോൾ അവൻ അപസ്മാരമായിട്ടുണ്ടായി വീഴുന്നത് ഇവൻ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഇവന് പേടി വന്നു. അപ്പോൾ ആ പേടി എന്ത് ചെയ്യുന്നു, അവനെ ഒരു മാനസികമായിട്ടുള്ള ഒരു അബ്നോർമാലിറ്റിയിലേക്ക് അവനെ നയിച്ചു. അപ്പോൾ നമുക്ക് ആ കാരണം കണ്ടെത്തി അതിനുള്ള പ്രതിവിധി ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അതവന് മാറിക്കിട്ടും. അതേമാതിരി കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കപ്പെട്ടെങ്കിലേ നമുക്കതിന് പരിഹാരത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ കാണുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ എന്തെങ്കിലും വിഷമങ്ങൾ മനസ്സ് കടന്നുകൂടിയിട്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളാണെങ്കിലും, ഇനി ശാരീരികമായ വല്ല രോഗങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു സൈക്യാട്രിക് പ്രോബ്ലംസ് ആണെങ്കിലും, അതല്ല പൈശാചികമായിട്ടുള്ള എന്തെങ്കിലും ഉപദ്രവങ്ങളാണെങ്കിലും, മൂന്നാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ സിംറ്റംസ് കാണാം, ഒരേ ലക്ഷണങ്ങൾ. മനസ്സിലേ? ഇപ്പോൾ ഒരാൾക്ക് അമിതമായൊരു ഭയം ഉണ്ടായാൽ അയാൾക്ക് അപസ്മാരം ഉണ്ടാവാം. തലച്ചോറ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അയാൾക്ക് അപസ്മാരം ഉണ്ടാവാം സൈക്യാട്രിക് ആണെങ്കിൽ. എന്നാൽ പൈശാചികമായ ബാധകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അപസ്മാരം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, ഈ മൂന്നെണ്ണത്തെ നമ്മളെങ്ങനെ വേർതിരിച്ചറിയും, എന്താണ് ഇതിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നം? അപ്പോൾ എന്താ വെച്ചാൽ മിക്കവാറും ഇതൊക്കെ അധികവും എന്താണ് രോഗസംബന്ധമായിട്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്നുണ്ടാവുന്നതോ ആയിരിക്കും. പക്ഷേ നമ്മൾ എത്ര ചികിത്സിച്ചിട്ടും അതിനൊരു ഭേദം കാണാതിരിക്കുമ്പോൾ പൊതുവെ ആളുകൾ എന്തായിരിക്കും, ഇതെന്തോ പിശാചി ബാധയാണ് അല്ലെങ്കിൽ പൈശാചിക കാര്യമാണ് എന്നതിലേക്കാണ് എല്ലാവരും എത്തുക. ഇത് ഈ പൈശാചികമാണെന്ന് പറയുന്നതിൻ്റെ ബഹുഭൂരിപക്ഷം രോഗങ്ങളും അങ്ങനെയല്ല. അപ്പോൾ തെറ്റായൊരു ഡയഗ്നോസിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ചികിത്സകളും വഴിമാറുമല്ലോ. കാരണം മരുന്ന് കുറിച്ചിട്ട് കാര്യമില്ല, അത് ചികിത്സിച്ചിട്ട് കാര്യമില്ല, കൗൺസിലിംഗ് കൊണ്ട് കാര്യമില്ല. കാരണം ഇത് പിശാച് ഇറങ്ങിപ്പോയാലേ കാര്യമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും അവർക്ക് എന്താവില്ല, പ്രയോജനപ്പെടും. ചിലപ്പോൾ ഇത് മരുന്ന് കൊണ്ട് മാറുന്ന സംഗതികളായിരിക്കും, ഒരു കൗൺസിൽ കൊണ്ട് മാറുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നിർണ്ണയിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഈ പൈശാചികമായ ബാധകളും സംഗതികളും ഒക്കെ ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ തന്നെ അതിനുള്ള ചികിത്സ എന്താണ്? വിശുദ്ധ ഖുർആൻ്റെ പാരായണങ്ങളും അതിനുവേണ്ടി പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള രോഗശമനത്തിൻ്റെ പ്രാർത്ഥനകളും അദ്കാറുകളും ഒക്കെ അല്ലേ. അപ്പോൾ അതിപ്പോൾ രോഗമില്ലെങ്കിലും ചെല്ലാലോ. രാവിലെ വൈകുന്നേരം പ്രാർത്ഥനകളും വിശുദ്ധ ഖുർആൻ്റെ പാരായണങ്ങളും എല്ലാം ആയത്തുൽ കുർസിയും എല്ലാം നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, പാരായണം ചെയ്യണം നിരന്തരം. അപ്പോൾ അതൊക്കെ നിരന്തരം എന്ത് ചെയ്യാണ്, പാരായണം ചെയ്ത് അദ്കാറുകളും കാര്യങ്ങളൊക്കെ നിർവഹിക്കാം. അങ്ങനെ നിർവഹിക്കുമ്പോൾ എന്താണ് കിട്ടുന്ന ശമനമല്ലാതെ വേറെ അതിന് പ്രത്യേക ചികിത്സകളോ ഒന്നുമില്ലല്ലോ. നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മന്ത്രി ചോദി കെട്ടാൻ പറ്റൂല, ഒരു പണിക്കരെ കണ്ടത് എന്താണെന്ന് ചോദിക്കാൻ പറ്റൂല. അതൊക്കെ കാഫിറായി പോണ കാര്യങ്ങളല്ലേ. അങ്ങനെയുള്ള ഒരു മന്ത്രവാദ ചികിത്സകളിലേക്കും നമുക്ക് പോകാൻ പറ്റൂല. അപ്പോൾ ഈ കൽപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളും ദിക്റുകളല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ചെയ്യുക. പക്ഷേ ചികിത്സ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക,
നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. പൊതുവേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്തരം രോഗങ്ങളൊക്കെ അതിൻ്റെ കാരണങ്ങൾ നിർണ്ണയിച്ച് അവർക്ക് വേണ്ട ഒരു കൗൺസിലിംഗ് കൊടുത്ത് ആവശ്യമായ അതിന് പറ്റുന്ന ഡോക്ടർമാർ ശരിയായ മരുന്ന് കൊടുത്ത് നമ്മൾ ഈ മനസ്സമാധാനത്തിന് വേണ്ടി ഈ ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ ഒരുവിധം ആളുകളുടെയൊക്കെ അസുഖങ്ങൾ മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത്തരം പ്രതിനിധികൾ ഇവർക്കും ചെയ്തു നോക്കാവുന്നതാണെന്ന് പറയാനാണ് നമുക്കിതിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ കുട്ടിയെ കാണാതെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് ഇത്ര മാത്രമേ പറയാം. ഇതിൻ്റെ പരിമിതികൾ വെച്ച് ഇത്രയും നമുക്ക് പറയാൻ കഴിയുള്ളൂ.